ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോളിപ്പോൾ ചായ തിളപ്പിക്കാൻ പോയി. ഇപ്പോൾ 5 മണിയാണ് കേട്ടോ. മോളി നമുക്കൊരു കാര്യമുണ്ട്, ഈ ഒരു വലിയ കപ്പിൽ നിറച്ച് ചായ കുടിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള രാത്രി കിടക്കുമ്പോഴത്തേക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് കിടക്കണം. ഈ ചായ കുടിയുമ്പോൾ കുടിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോകും മോളിയമ്മ. ചായ തിളച്ച ഞാൻ ഈ തേയില ഇടണത് കേട്ടോ. ഞാൻ തേയില ഇടാൻ കാരണം, ഈ തേയില ഇടുന്നത്, ഈ തേയില മേടിക്കാൻ കാരണം പിള്ളേർ എപ്പോഴും വരും ചെയ്യും, അമ്മ എന്നാങ്കിലും മേടിക്കാമ്മ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ BBC അല്ല, MBA പഠിക്കുന്ന പിള്ളേരൊക്കെ. അപ്പോൾ അവരിങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നാങ്കിലും മേടിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. തേയില ഞാൻ എപ്പോഴും മിക്കവാറും തന്നെ തേയില ഇഷ്ടംപോലെ ഞാൻ മേടിച്ചു നോക്കി. ഈ തേയില അപ്പോൾ മുളിമൊക്കെ കടുപ്പം വേണം കേട്ടോ. അത് കാരണം കൂടുതൽ തേയിലയില്ല. ചായ തിളച്ച നമ്മുടെ 2 കപ്പ്, ഞാൻ പള്ളിയിൽ പോണതിന് നമുക്ക് 2 കപ്പ് ചായ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ മോളിയമ്മ പിന്നെ ഇപ്പൊ പുതിയ പഴയ വീഡിയോ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. മോളിയമ്മ പല പ്രാവശ്യം 2 പ്രാവശ്യം കേരള മക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ മോളിയമ്മ ഇപ്പൊ ഇടണല്ല, പണ്ട് ഞാൻ ആദ്യം ഇടണ നോക്കണം. കുറെ തെറ്റും കുറവും. ആദ്യമേ ഒരു പാട്ട് ലോകം മുഴുവൻ സുഖംപകരായിരുന്നു, അത് എങ്ങനെ ഇട്ടെന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇട്ട് ഇപ്പൊ ഇന്നലെ മോളിയമ്മ ഒരു ഇച്ചിരി എഡിറ്റ് ചെയ്യാനല്ല, അത് കൂട്ടിച്ചേർക്കാനായിട്ട് പഠിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ വീഡിയോ കൂടെ ഒന്നൊക്കെ നോക്കണം. നിങ്ങളെ ഒന്ന് വെറുതെ ഒന്ന് നോക്ക്. മോളിയും കൂടെ ചായ റെഡി. മധുരം ഇടാറില്ല കേട്ടോ. അപ്പോൾ മോളിയമ്മ 6:25 കേട്ടോ. മോളിയമ്മ പള്ളിയിൽ പോയിട്ട് വരട്ടെ. കോൺവെന്റിലാണ് പോണ. മോളിയമ്മ പള്ളിയിൽ പോണ വഴിയാണ് ഇപ്പോൾ ആടെ വരുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം തൊഴിലുറപ്പുകാരൊക്കെ കൃഷി ചെയ്തായിരുന്നു. അത് എൻ്റെ പുറകിലത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അത് പഴയ വീഡിയോയിലുണ്ടെങ്കിൽ കാണാം. ഞാനും കൂടെ അതിലുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളുടെ ബാബുവും കൂടെ പള്ളി വരികയാണ്. ബാബുവിൻ്റെയൊക്കെ വീട് അവിടെയാണ്. ഇന്ന് അവർ പോയാ ബാബു? അവർ ഇപ്പോൾ മോളിയമ്മ പള്ളിയിലെത്തി കേട്ടോ. ഇതാണ് കോൺവെൻ്റ് ആണ്. കുർബാന തുടങ്ങാൻ പോണേ. മോളിയമ്മേനെ കയറാൻ പോവുകയാണ്. കന്യാസികൾ നല്ല മധുരമായ പാട്ടുകൾ പാടുന്നു. ലോക സമസ്തോ സുഖമോ ഭവന്ത, അങ്ങനെയാണ് തോന്നുന്നത്. രാവിലെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പുട്ടാണ് മോളിയമ്മ ഉണ്ടാക്കണത്. പുട്ടിനെ ഞാൻ തീരെ ഇട്ടിട്ടിരിക്കുകയാണ്. ഗോതമ്പ് പുട്ടാണേ. പിന്നെ എന്ന് പറയാനായിട്ട് ഇത്രയും തേങ്ങ ഞാൻ എടുക്കില്ല കേട്ടോ. ഇത്രയും തേങ്ങ ഉച്ചക്കത്തെ കൂടെ വല്ല കറിക്കും കൂടെ ഒക്കെയാണ് ഞാൻ എടുക്കണത്. ഗോതമ്പ് പുട്ട് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്കൊക്കെ അടിക്കണം, കുറച്ച് കമന്റ് ചെയ്യണം. ഇപ്പൊ ഇത് ഞാൻ ഉച്ചക്കത്തോളം മെഴുക്കുവരട്ടി വെച്ചിട്ടിരിക്കുകയാണ്. ഉച്ചക്ക് ബീച്ചിങ്ങ മെഴുക്കുവരട്ടി. ഒരു പുട്ടും പഴം കൂടെയാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പുട്ടും പഴം റെഡി ആയി
പോലെയായിരുന്നു. നമുക്ക് തന്നെ തിന്നാൻ പറ്റിയില്ലേ, ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. അതാണ് ഞാൻ പിന്നെ ഇന്ന് നമ്മൾ പുട്ടും പഴവും റെഡിയായിരിക്കുന്നു. എല്ലാവരും കാണുകയും ഷെയർ ചെയ്യുകയും മോളിയമ്മയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. മോളിയമ്മ കാപ്പി കുടിക്കണം കേട്ടോ, പുട്ടും പഴവും കൂടെ. ആഹാ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കാണണം. ഞാൻ 2 വീഡിയോ ഇടും. ഉച്ചയ്ക്ക് ചോറുന്നത് എപ്പോഴും ഇടണം, കുറെ പേര് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതും ഇടയ്ക്ക് കാണണം കേട്ടോ. അന്നേരം മോളി നമുക്ക് അച്ചാറൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടല്ലേ എല്ലാവർക്കും. ഇപ്പൊ എന്താണെങ്കിലും ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് എപ്പോഴും. അതാണ് നമ്മുടെ നട്ടല്, എന്റെയൊക്കെ നട്ടല്. അപ്പൊ ഈ ഒരു വീട്ടമ്മയായ എന്നെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങളോട് എപ്പോഴും കടപ്പാടും നന്ദിയൊക്കെ ഉണ്ട്.